ഹരീഷ്. കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കാൻ പറഞ്ഞു. ഹരേ കൃഷ്ണ. സോ കഴിഞ്ഞ ദിവസം നമ്മൾ 15-ാമത്തെ അധ്യായം ഒന്നുകൂടി ഓടിച്ചു നോക്കിയിരുന്നു. അപ്പൊ ഇന്ന് അതെ. 16. ഇപ്പൊ നമ്മൾ 19 കൂടുതൽ ശ്ലോകങ്ങളായില്ലേ. എന്നാലും ആ, ചില കാര്യങ്ങളൊന്ന് ആദ്യത്തെ ശ്ലോകം മുതൽ ഒന്ന് വേഗം റൺ ത്രൂ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ശ്ലോകങ്ങളെല്ലാം വായിക്കുന്നില്ല, പക്ഷെ അതിലതില് അവിടെ അവിടങ്ങളിലായിട്ട് ചില പ്രധാന പോയിന്റ്സ് തോന്നി. അപ്പൊ അതിനെ മാത്രം ഒന്ന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് എല്ലാവർക്കും ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പോകാമോ? പേജ് നമ്പർ 594. എത്തിയോ? ഓക്കെ. യെസ് പ്രഭു. നല്ലൊരു തുടക്കത്തിലുള്ള വന്ദനാ ശ്ലോകം തന്നെ ഒരു സ്പെഷ്യൽ ശ്ലോകമാണ്. ഈ ചൈതന്യ ചരിതാമൃതത്തില് തുടക്കത്തിലുള്ള വന്ദനാ ശ്ലോകങ്ങളൊക്കെ വളരെ സ്പെഷ്യലാണ്. ലാസ്റ്റ് ശ്ലോകം, ചരമ ശ്ലോകം, നമുക്കറിയാം ഓരോ അധ്യായത്തിന്റെ മിക്കവാറും എല്ലാമല്ല, പക്ഷെ മിക്കവാറും സെയിം ആയിരിക്കും. രൂപ രഘുനാഥ പദേ യാര ആശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചരമശ്ലോകം. പക്ഷേ അധ്യായങ്ങളുടെ വന്ദനാ ശ്ലോകം, അതായത് തുടങ്ങുന്ന ഒരു ശ്ലോകം എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ അധ്യായത്തിൽ നല്ലൊരു ശ്ലോകമാണ്. കൃപാസുധാർ കൃപാസുധാ സരിദ്യസ്യ വിശ്വം ആപ്ലാവയന്തി അപി നീചഗൈവ സദാഭാതി തം ചൈതന്യ പ്രഭും ഭജെ. ആരുടെ അമൃതതുല്യമായ കാരുണ്യമാണോ വിശ്വപ്രപഞ്ചത്തെ പ്രളയത്തിൽ ആഴ്ത്തി ഒരു മഹാനദി പോലെ പ്രവഹിക്കുന്നത്, ആ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ ആരാധിക്കുന്നു. ഒരു നദി താഴേക്ക് പ്രവഹിക്കുന്നത് പോലെ അവിടുന്ന് പതിതാത്മാക്കളിൽ പ്രത്യേക താല്പര്യം കാട്ടുന്നു. അതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു മൂന്നാമത്തെ സെന്റൻസിൽ, ഒരാൾ എത്ര പതിതനാണോ അത്രത്തോളം മഹാപ്രഭുവിന്റെ അനുഗ്രഹം അവൻ അർഹിക്കുന്നു. ഒരുവൻ അതിന് ആത്മാർത്ഥതയും കാര്യഗൗരവവും ഉള്ളവനായിരിക്കണം എന്ന് മാത്രം. അതൊരു പ്രധാന പോയിന്റാണ്. എന്താണ് മഹാപ്രഭുവിന്റെ കാരുണ്യം കിട്ടാനുള്ള യോഗ്യത? എന്തൊക്കെയാണ്? ഒന്ന്, പതിതനായിരിക്കണം. എന്ന് വെച്ചാല് പതിതനായിരിക്കണം എന്നല്ല, പതിതനാണെന്നുള്ള ആം, ഭാവം മനസ്സിൽ വേണം. ഒരു പ്രാവശ്യം ഹിസോണസ് രാധാനാഥ് സ്വാമി മഹാരാജ് പറഞ്ഞു, യു ഷുഡ് കൺസിഡർ യുവർ സെൽഫ് ദ മോസ്റ്റ് ഫോളൺ ബട്ട് ഡോണ്ട് ഫോൾ എന്ന് പറഞ്ഞു. മനസ്സിലായി? പതിതനായിട്ട് നമ്മൾ സ്വയം നമ്മളെ കരുതണം. അങ്ങനെ ആ ഒരു മനോഭാവം വേണം. പക്ഷെ അതിനർത്ഥം നമ്മൾ പതിതരാവണമെന്നല്ല. മനഃപൂർവ്വം നമ്മൾ നിയമങ്ങൾ തെറ്റിക്കുകയോ മനഃപൂർവ്വം നമ്മൾ ഭക്തിയിൽ നിന്ന് താഴെ പതിക്കുകയോ അല്ല വേണ്ടത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആത്മാർത്ഥതയും കാര്യഗൗരവവും. ഇംഗ്ലീഷിൽ പറഞ്ഞാല് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ സിൻസിയർ, സിൻസിയർ. കാര്യഗൗരവം എന്ന് പറഞ്ഞാൽ സീരിയസ്. സോ നമ്മൾ സിൻസിയർ ആൻഡ് സീരിയസ് ആയിരിക്കണം. എന്തെങ്കിലും വേറെ സിൻഫുൾ ആയാൽ കുഴപ്പമില്ല. എന്നുവെച്ചാൽ പണ്ട് പണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒരു വിഷയമല്ല. പക്ഷേ ആത്മാർത്ഥതയും കാര്യഗൗരവവും, ഈ രണ്ട് കാര്യങ്ങൾ വേണം. കാര്യഗൗരവം എന്ന് വെച്ചാൽ മുഖം ഗൗരവമായിട്ട് വെക്കുക എന്നുള്ളതല്ല. പക്ഷെ ഭക്തിയിൽ നമുക്കൊരു ഗൗരവം ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഉണ്ടോ ഇതിനെക്കുറിച്ച്? അല്ലെങ്കിൽ അടുത്തേക്ക് പോവാം. ഏഴാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ പറയുന്നു, അധ്യാപകൻ എന്ന നിലയിൽ നിമായി ശിഷ്യന്മാരോടൊപ്പം ഗംഗാനദിയിലെ വിവിധ ജലകേളികൾക്കിടയിൽ പല വികൃതികളും കാട്ടി. സോ ഇത് തന്നെ ഒരു ഉദാഹരണമാണ്. കാര്യഗൗരവമുണ്ട്. കാര്യഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്,
എങ്ങനെയാ ഇനി പറയാ, ഒരു ജീവിതത്തില് അല്പസ്വല്പം തമാശകളും വിനോദവും കളിയും ചിരിയും ഒന്നും ആയിക്കൂടാ എന്നല്ല കാര്യഗൗരവത്തിന്റെ അർത്ഥം, അല്ലെ? ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ഉണ്ടല്ലോ, യുക്താഹാര വിഹാരസ്യ, ബാക്കി ആർക്കറിയാം? യുക്തചേഷ്ടസ്യ കർമ്മസ്. സ്വപ്നാവബോധസ്യ യുക്തചേഷ്ട യുക്തസ്വപ്നാവബോധസ്യ, ബാക്കി എന്താണ്? യോഗോ ഭവതി യുക്ത. യുക്തചേഷ്ടസ്യ യോഗോ ഭവതി ദുഃഖഃ. യോഗോ ഭവതി ദുഃഖ. അപ്പോ ഇതൊന്നുണ്ട്. നമ്മള് ചില സമയത്ത് സീരിയസ്നെസ് ആയിരിക്കണം, അതേസമയം ചില സമയത്ത് അത്യാവശ്യം നമുക്കൊരു കളിയും ചിരിയും തമാശയും ഒക്കെ യോഗിമാര് ധ്യാനിക്കുന്നത് പോലെയല്ല എപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരുന്ന് അതിനെ പൂർണ്ണമായിട്ട് ബാക്കി ആ, എന്താണ് വിനോദങ്ങളും അതൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നതല്ല. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആചാര്യന്മാർ, ശില പ്രഭുപാദ് ഉൾപ്പെടെ ചില സമയത്ത് ഗൗരവമായിരിക്കും കാര്യങ്ങൾ നടത്തുന്ന സമയത്ത്, ഭഗവാനെ സ്മരിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ളതൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ജപിക്കുന്ന സമയത്തൊക്കെ ഒരു ഗൗരവം ഉണ്ടാവും. പക്ഷെ അതേസമയം എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തിത്വങ്ങളല്ല നമ്മുടെ ആചാര്യന്മാര്. കണ്ടിട്ടില്ലേ, ശില പ്രഭുപാദ് കളിയും ചിരിയും തമാശയും ഉണ്ടായിരുന്നു. നമ്മുടെ ആചാര്യന്മാര് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്രഭുപാദിന്റെ ശിഷ്യന്മാര് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു ലൈറ്റ് മൊമെന്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മഹാപ്രഭു ഇവിടെ കാണിച്ചു തരുന്നു അത്യാവശ്യം തമാശയും കളിയും ചിരിയും വികൃതിയും ഒക്കെ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് എന്താ പറയാ, അതിൽ വിലക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആരും ഒന്നും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ, എല്ലാരും ഭയങ്കര സീരിയസ്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഇപ്പൊ കേറിയിട്ടേ ഉള്ളൂ പ്രഭു. ഓക്കെ, ഹരേ സ്വരൂപ് പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. ശരിയല്ലേ? കുറച്ച് കേട്ടിട്ട് വേണം ചാർജ് ആവാൻ പ്രഭു. അതെ പ്രഭു. പ്രഭു, ഞാൻ കുറച്ച് നാള് മസ്കറ്റിലായിരുന്നു, മിഡിൽ ഈസ്റ്റ്. ഉം ഓക്കെ, ജയപതാക മഹാരാജ് അവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര കളികളായി. സ്വിമ്മിംഗ് പൂളിലായാലും ഇപ്പോഴും അങ്ങനെയായിരുന്നു. ഉം ആ ഒരു അനുഭവം ഇതിൽ ഉള്ള ഹരിവന്ത പ്രഭുവിനും കിട്ടിയിട്ടുണ്ടാവും ചോദിച്ചു. അതെ, എനിക്ക് അനുഭവമുണ്ട്. കോയമ്പത്തൂർ വെച്ച് അകത്തെ റൂമുണ്ട്, അവിടെ വെച്ച് ആ റൂമില് ഒരു കയറ് കെട്ടിയിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് വോളിബോൾ കളിക്കായിരുന്നു. ഇങ്ങനെയുള്ളൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതാണ് അത് വേണം നമുക്ക്. ചില ലൈറ്റ് മൊമെന്റ്സ് വേണം, ചില സീരിയസ്നെസ് വേണം. ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു വാസ്തവത്തിൽ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയില്ലോ, ജീവനകല എന്ന് പറയുന്നത് ഭക്തിയാണ്. സീരിയസ്നെസ് വേണ്ടടുത്ത് സീരിയസ്നെസ് വേണം, തമാശ വേണ്ടടുത്ത് തമാശ വേണം, എല്ലാം വേണം. ഹരേ കൃഷ്ണ. ഇതേമാതിരി ഗുരുമഹാരാജ് ഞങ്ങൾ മായാപ്പൂർ പോയപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിന് വന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഗുരുമഹാരാജ് വന്നില്ല. ഒത്തിരി ലേറ്റായി എന്ന്, എന്തോ തിരക്കുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞുടനെ ഗുരുമഹാരാജ് പറഞ്ഞു, ഞാൻ എപ്പോഴോ ഇവിടെ വന്ന് നോക്കി, ഒരുത്തരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി. നിങ്ങളാരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയെന്ന് പറഞ്ഞു. ഉം അതൊക്കെ എന്ന് പറയുന്ന ഒരു ചെറിയ ഗുരുമഹാരാജിൽ നിന്നും കിട്ടുന്ന ഒരു ചെറിയ ഒരു സന്തോഷം. ഗുരുമഹാരാജൻ ഒരു തമാശ പറയുന്നത് കേൾക്കുന്നതൊക്കെ. ഹരേ കൃഷ്ണ. അതെ അതെ. എനിവേ, അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം. പ്രഭുപാദ് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് അതിന്റെ ഭാവാർത്ഥത്തില്. ലാസ്റ്റ് ലൈൻ 598 പണ്ഡിതന്മാരെയും ദാർശനികരെയും വെറുതെ പരാജയപ്പെടുത്തുക എന്നത് ഒരു പ്രചാരകന്റെ തൊഴിലല്ല. ചിലപ്പോൾ നമ്മുടെ സേവനത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. ആരെങ്കിലുമൊക്കെ വാദിക്കുക, ആരെങ്കിലുമായിട്ട് വാദിക്കുക, അവരെ വാദിച്ച് തോൽപ്പിക്കുക ഒക്കെയാണ്. പക്ഷെ പ്രഭുപാദ് പറയുന്നു, വെറുതെ പരാജയപ്പെടുത്തുന്നത് മാത്രമല്ല ഒരു പ്രചാരകന്റെ തൊഴില്. എന്താണ് വേണ്ടത്? പ്രചാരകർ നിശ്ചയമായും അതേ സമയത്ത് തന്നെ സങ്കീർത്തന പ്രസ്ഥാനത്തെ അവതരിപ്പിക്കണം. അതാണ് ചൈതന്യ സമ്പ്രദായത്തിന്റെ ദൗത്യം. സോ നമ്മൾ ജസ്റ്റ് ഒരു ഡിഫീറ്റിസ്റ്റ് ഗ്രൂപ്പ് അല്ല, വാദിച്ച് തോൽപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് മാത്രമല്ല. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സങ്കീർത്തന പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ 10ാമത്തെ ശ്ലോകത്തില് തപന മിശ്രയുടെ കാര്യം പറയുന്നു. സാധ്യ സാധന തത്വ, റൈറ്റ്? എന്താണ് ജീവിത ലക്ഷ്യം? അത് നേടാനുള്ള മാർഗം എന്താണ്? മാർഗവും ലക്ഷ്യവും. അതിനെക്കുറിച്ച് തപന മിശ്രയ്ക്ക് അറിയില്ലായിരുന്നു.
തപന മിശ്ര ആദ്യം ഈസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. പല വ്യക്തികളും ചൈതന്യ മഹാപ്രഭുവിന്റെ അച്ഛൻ ഉൾപ്പെടെ, ജഗന്നാഥ് മിശ്ര ഉൾപ്പെടെ, അവരൊക്കെ ഈസ്റ്റ് ബംഗാൾ, ഇന്നത്തെ ബംഗ്ലാദേശിലായിരുന്നു അവരുടെ ജന്മസ്ഥാനങ്ങൾ. രൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി എന്ന് വേണ്ട ഒരുപാട് വ്യക്തികളുടെ ജന്മസ്ഥാനം അവിടെയാണ്. പണ്ട് ഈ ഈസ്റ്റ് വെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ബംഗാൾ ആയിരുന്നു. അക്കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നു, ജീവിതത്തിന്റെ ലക്ഷ്യം കൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ജന്മകർമ്മചമേ ദിവ്യം ഏവം വ്യോ വേത്തി തത്വത. കൃഷ്ണനെ മനസ്സിലാക്കുക എന്നാണ്. എന്നുവെച്ചാൽ വളരെ ആഴത്തില് ആ ഒരു കൃഷ്ണൻ എന്നുള്ള വ്യക്തിത്വത്തെ അടുത്തറിയുക, മനസ്സിലാക്കുക. നമുക്കൊരാളെ അടുത്തറിയാത്തിടത്തോളം അവരിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ശരിയാണോ? നമ്മള് ഒരാളുടെ അടുത്ത് നമുക്ക് എന്താണ് പറയുക, നമ്മുടെ വിശ്വാസത്തിന്റെ താക്കോല് അവരുടെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ ആദ്യം അവരെ നമ്മൾ നന്നായിട്ട് അറിയണം, അടുത്തറിയണം, അല്ലേ? കുറച്ച് നാളേക്ക് നമ്മൾ അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന്റെ താക്കോല് അവരുടെ കൈകളിലേക്ക് ഭദ്രമായിട്ട് ഏൽപ്പിക്കാൻ നമുക്ക് തോന്നുകയുള്ളൂ. റൈറ്റ്? നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെ കൃഷ്ണന്റെ കൈകളിലേക്ക് സമർപ്പിക്കാനാണ്. ആത്മനിവേദനം, അല്ലെങ്കിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അപ്പൊ അങ്ങനെ കൃഷ്ണനിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിയണ്ടേ ആരാണ് കൃഷ്ണൻ, ഏത് സ്വഭാവക്കാരനാണ് എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവും. റൈറ്റ്? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളത്, ജീവിതത്തിന്റെ ലക്ഷ്യം കൃഷ്ണനെ മനസ്സിലാക്കുക എന്നതാണെന്നും, പിന്നെ ശരി, മനസ്സിലാക്കി കൃഷ്ണനാണ് ലക്ഷ്യം, എങ്ങനെ കൃഷ്ണനിലേക്ക് പോകും അതിനുവേണ്ടി പറയുന്നു. അതിന്റെ മാർഗമാണ് ആ ലക്ഷ്യം നേടാൻ ഒരുവൻ നിശ്ചയമായും ആധികാരികങ്ങളായ ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും നിന്നുള്ളതും ഗോസ്വാമിമാർ നിർദ്ദേശിച്ചതുമായ രീതികൾ പിന്തുടർന്ന് കൃഷ്ണാവബോധം പരിശീലിക്കണമെന്നും കൃഷ്ണാവബോധ സമിതി എല്ലാവർക്കും ചൂണ്ടിക്കാട്ടുന്നു. റൈറ്റ്? സാധ്യ സാധന തത്വം. എനി ക്വസ്റ്റ്യൻസ് ഓർ അഭിപ്രായംസ്? ആരീഷ പ്രഭു, ഈ തപന മിശ്രയുടെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതിന് കാരണമുണ്ടോ? ഇത് പറയാൻ വേണ്ടിയിട്ടാണോ? ഇത് വരികയാണോ? കണ്ടിന്യൂവേഷൻ ഉണ്ടോ? പിന്നെ കണ്ടിന്യൂ. അടുത്ത ഇതിൽ പറയുന്നുണ്ട്, അടുത്ത ഭാവാർത്ഥത്തില് തപന മിശ്രയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ അതും വായിക്കാം. 11 601 പാരഗ്രാഫ് ഉണ്ടല്ലോ, മനുഷ്യന് എന്നുള്ളൊരു പാരഗ്രാഫ്. മനുഷ്യന് ഫലേച്ഛാ കർമ്മങ്ങളോടും മതപരമായ ആചാരാനുഷ്ഠാനങ്ങളോടും, ആചാര്യ എന്ന് എഴുതിയിട്ടുണ്ട്, അത് ആചാര്യ അല്ല, ആചാരാനുഷ്ഠാനങ്ങളോടും ആ തത്വശാസ്ത്രപരമായ അനുമാനങ്ങളോടും പൊതുവെ അനുകൂലമായ ഒരു പ്രവണതയുണ്ട്. ഒരു ജീവസത്ത സ്മരണാതീത കാലം മുതൽക്കേ ഇങ്ങനെയെല്ലാം പെട്ടിരിക്കുന്നതിനാൽ അവന് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയാതെ ജീവിത പ്രവർത്തനങ്ങൾ പാഴായി പോകുന്നു. ഇപ്രകാരം വഴിതെറ്റിക്കപ്പെടുന്ന നിഷ്കളങ്കരായ ആളുകൾക്ക് പരിശുദ്ധ കൃഷ്ണഭക്തി നഷ്ടപ്പെടുന്നു. തപന മിശ്ര അത്തരമൊരു വ്യക്തിയുടെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. ഹരേ കൃഷ്ണ. ഓക്കെ. എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ പഠിച്ചു, ഏതൊക്കെയോ പ്രഭാഷണങ്ങൾ കേട്ടു, യൂട്യൂബിൽ നിന്നും, പിന്നെ അടുത്ത വീട്ടിലെ അമ്മൂമ്മയുടെ നിന്നും, പിന്നെ അമ്പലത്തില് വന്ന പ്രഭാഷകന്റെ അടുത്ത് നിന്നും, ചാനൽ ചർച്ചകളിൽ നിന്നും ഒക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ച് ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന കുറെ വ്യക്തികളുണ്ട്, അല്ലേ? അപ്പൊ തപന മിശ്ര അതുപോലെയാണ്. ഇതൊക്കെ കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ, അല്ലേ? അപ്പോൾ എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഗുരുവിന്റെ സഹായം വേണം. അർജുനനും പറയുന്നു, എന്താണ് ആ ശ്ലോകം? കാർപ്പണ്യദോഷോപഹത സ്വഭാവ ഋച്ഛാമിതാം ധർമ്മ സമ്മൂഢചേത യശ്രേയ സനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്ന. റൈറ്റ്? അതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു, അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു പെർപ്ലെക്സിറ്റി, ഒരു
എന്താണ് ആശയക്കുഴപ്പം എപ്പോഴും നമുക്ക് ഉണ്ടാവും. അപ്പം അത് ഗുരുവിന് മാത്രമേ, ആധ്യാത്മിക ഗുരുവിന് മാത്രമേ അതിനെ, ശരിയായ ആധ്യാത്മിക ഗുരുവിന് മാത്രമേ ആ ഒരു കൺഫ്യൂഷൻ തീർത്ത് ക്ലാരിറ്റി, നമുക്ക് പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കാൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് കാര്യങ്ങൾ നമുക്ക് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്, അല്ലേ? നമ്മൾ വീട്ടിൽ സാധാരണ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു തീരുമാനം എടുക്കാൻ എന്തുകൊണ്ട് നമ്മൾ ഒരു തയക്കം, എന്താണ് പറയാ മലയാളത്തിൽ, ഒരു വഴക്കം, ഏ വഴക്കം അല്ലെങ്കിൽ ഒരു ഒരു ഡിലേ ഉണ്ടാവുന്നത്, ഒരു വൈമനസ്യം ഉണ്ടാവുന്നത്, അതിന് കാരണം എന്താണ്? നമുക്കൊരു വ്യക്തതയില്ല. അർജുനന് വ്യക്തത ഉണ്ടായിരുന്നില്ല യുദ്ധം ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. അവസാനം ഭഗവത്ഗീത ഭഗവാനിൽ നിന്ന് ശ്രവിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് ക്ലിയർ ആയപ്പോൾ, വ്യക്തത ഉണ്ടായ സമയത്ത് എന്ത് പറഞ്ഞു? സ്ഥിതോസ്മി ഗത സന്ദേഹ, സന്ദേഹമില്ല ഇനി, അതുകൊണ്ട് കരിഷ്യ വചനം തവ എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ തപനമിശ്രയ്ക്ക് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല, എന്താണ് ഞാൻ ജീവിതത്തിൽ നേടേണ്ടത്, അത് നേടാനുള്ള മാർഗം എന്താണെന്നുള്ളത്. അപ്പൊ അത് ഇവിടെ അതുപോലുള്ള ആൾക്കാരെ തപനമിശ്ര പ്രതിനിധീകരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. റൈറ്റ്? ഹരേ കൃഷ്ണ. കൃഷ്ണ, ഈ സ്വാധ്യ സാധന ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സാധനയില് സ്വാധ്യപ്പെടില്ലേ? എന്തുകൊണ്ടത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നു? സാധ്യ എന്ന് വെച്ചാൽ ലക്ഷ്യം, സാധന എന്ന് പറയുന്നത് മാർഗം. ആ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. മാർഗവും ലക്ഷ്യവും വേണമല്ലോ. ആദ്യം നമ്മൾ ലക്ഷ്യം അറിയണം. നമ്മൾ ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ പറഞ്ഞാല് സംബന്ധ, അഭിധേയ, പ്രയോജന എന്നുള്ള രീതിയിൽ നമ്മൾ 3 വാക്കുകളോട് ഉപയോഗിക്കാറുണ്ട്. റൈറ്റ്? അപ്പോ സംബന്ധ, പ്രയോജന ഇത് രണ്ടും എന്താണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് പ്രയോജന എന്ന് പറയുന്നതാണ് ലക്ഷ്യം, സാധ്യം. പിന്നെ സാധന എന്ന് പറയുന്നത് അഭിധേയ, ആ മാർഗം. സംബന്ധ എന്ന് പറയുന്നത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഒരു ബേസിക് സ്റ്റാർട്ടിംഗ് പോയിന്റ് നോളജ് ആവശ്യമുണ്ട്. അപ്പോൾ പ്രക്രിയയിലെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ എന്നിരുന്നാലും അതിനെ 3 ദശകളായിട്ട് പിരിക്കുന്നു. ഇവിടെ സാധ്യ സാധന എന്ന് പറഞ്ഞ് 2ആക്കി പറയുന്നു, മാർഗവും ലക്ഷ്യവും. ഓക്കെ. ഇനി ഒന്നും അടുത്ത് മുന്നോട്ട് പോയാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വായിച്ചതാണ്. 53 വരെ വായിച്ചു. അതെ അതെ. അപ്പോ 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ലക്ഷ്മി ദേവിയെ വിരഹത്തിന്റെ സർപ്പം ദംശിക്കുകയും ആ വിഷം അവളുടെ മരണത്തിന് കാരണമായി തീരുകയും ചെയ്തു. അവൾ പരലോകം പുൽകി ഭഗവത് ധാമത്തിൽ എത്തിച്ചേർന്നു. അത് പറയുന്നു, യം യം വാപി സ്മരൻ ഭാവം എന്നുള്ള ശ്ലോകത്തിനെ പ്രഭുപാദ് ഉദ്ധരിക്കുന്നു. ഒരുവന്റെ ജീവിതത്തിൽ ഉടനീളമുള്ള വികാര വിചാരങ്ങൾക്കനുസരിച്ച് മരണസമയത്ത് അവന്റെ സ്മരണകൾ രൂപപ്പെടുകയും മരണശേഷം അതിന് അനുയോജ്യമായ ഒരു ശരീരം നേടുകയും ചെയ്യും. സോ മരണസമയത്ത് ജീവിതം ജീവിച്ചതിന്റെ ഒരു ആകത്തുകയായിരിക്കും മരണസമയത്ത് കാണുന്നത്. നമുക്ക് പല ചിന്തകളും വരുമല്ലേ, തോട്ട്സ് ദിവസവും പലതും വന്നുകൊണ്ടിരിക്കും. പക്ഷേ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ട് ഫാക്ടറിയാണ്. ചിന്തകള്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പല ചിന്തകളും നല്ലതും ചീത്തയൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഇതിൽ വരുന്ന പോലെ ഇന്നത്തെ മനസ്സിന്റെ ഒരു പ്രതിരൂപമാണ്. ആക്ച്വലി മനസ്സിനെ നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് ഇവര് ഇന്റർനെറ്റ് ഉണ്ടാക്കിയത്. സത്യമാണത്.
എന്ന് വെച്ചാൽ തമാശയല്ല, അതിന് പുറകില് ഈ പറയുന്നതിന് പുറകിലൊരു റിസർച്ച് ഉണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല. പക്ഷെ മനസ്സിന്റെ പ്രവർത്തനം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ്, മനഃശാസ്ത്രം പഠിച്ചിട്ട് തന്നെയാണ് ഈ AI ഒക്കെ വർക്ക് ചെയ്യുന്നത്, ഇന്റർനെറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ റെക്കമെൻഡേഷൻസ് വരും. നമ്മൾ ആമസോണിൽ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തെ സാധനങ്ങൾ നമുക്ക് റെക്കമെൻഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. കണ്ടിട്ടുണ്ടോ? അതെ അതെ ശരി. ഗൂഗിൾ പിന്നെ ആ പേജിലെല്ലാം അതേ ഫോളോ വരും ചെയ്യും. ഗൂഗിൾ ചെയ്യുമ്പോൾ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആർക്കെങ്കിലും അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയുകയാണ്, AI-ല് പേഴ്സണ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ അവർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മുടെ ഇന്റർനെറ്റ് ബിഹേവിയർ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചൊരു ഏകദേശ ധാരണ ഗൂഗിളിനും ഇതുപോലെ വൻകിട കമ്പനീസിനും ഉണ്ടാവും. നമ്മൾ ആരാണെന്നുള്ള ഒരുവിധം അവർ പഠിക്കും, നമ്മുടെ സ്വഭാവം. റൈറ്റ്? കാര്യം നമ്മുടെ എല്ലാ ഡേറ്റ, നമ്മുടെ എല്ലാ ഇന്ററാക്ഷൻസ്, നമ്മുടെ വാട്സാപ്പ്, അത് ഇത് എല്ലാറ്റിനും ഇവർക്ക് ആക്സസ് ഉണ്ട്. ആക്ച്വലി ചെയ്യാൻ പാടില്ല എന്നാണ് പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ഗൈഡ് ലൈൻസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. എന്നിരുന്നാൽ പോലും വേണമെങ്കിൽ ആൾക്കാർക്ക് ചെയ്യാം. ഇപ്പൊ എന്താ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു AI എഞ്ചിൻ ഉണ്ടാക്കുക. അത് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മളെ പോലെ തന്നെ ആയിരിക്കും. നമ്മുടെ ഒരു എന്താ പറയാ അപരരൂപം, പ്രതിരൂപം ഒക്കെ ആയിട്ട് ഈ AI-ക്ക് മാറാൻ സാധിക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ച്. നല്ല കാര്യമാണോ? നല്ലതല്ല. നല്ലതല്ല. അല്ല. പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് മനസ്സിന്റെ പ്രവർത്തനങ്ങൾ. പക്ഷെ നമ്മൾ ആ ചിന്തകളിൽ ഏതിനാണോ പ്രാമുഖ്യം കൊടുക്കുന്നത്, എന്തിനെയാണോ നമ്മൾ ഫീഡ് ചെയ്യുന്നത്, അത് വളരും. റൈറ്റ്? സോ അതുകൊണ്ട് ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ചിന്തകളിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെന്താണ്? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 25-ാം ശ്ലോകം മുതൽ കേശവ കാശ്മീരിയുടെ രംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് വായിക്കാം. പിന്നീട് മഹാപ്രഭു ഐശ്വര്യ ദേവതയായ വിഷ്ണുപ്രിയയെ വിവാഹം കഴിക്കുകയും അനന്തരം ദിഗ്വിജയിയായ കേശവ കാശ്മീരിയെ കീഴടക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നുണ്ട്. 611 ആ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയാൽ കാരണം അദ്ദേഹം ചൈതന്യ മഹാപ്രഭു എന്ന ബാലപണ്ഡിതനാൽ പരാജിതനാക്കപ്പെട്ടു. ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ അല്ലാതെ മറ്റാരുമല്ലെന്ന് അദ്ദേഹത്തിന് പിന്നീട് ബോധ്യമായി. അനന്തരം അദ്ദേഹം ഭഗവാന് ആത്മാർപ്പണം ചെയ്യുകയും നിംബാർക്ക സമ്പ്രദായത്തിൽ ഒരു പരിശുദ്ധ വൈഷ്ണവനായി തീരുകയും ചെയ്തു. സോ 4 സമ്പ്രദായങ്ങളുണ്ടല്ലോ. നിംബാർക്ക സമ്പ്രദായം ഏത് ആണ്? ശ്രീ സമ്പ്രദായം രാമാനുജാചാര്യ, സമ്പ്രദായം, കുമാരസമ്പ്രദായം നിംബാർക്കാചാര്യ, രുദ്ര സമ്പ്രദായം വിഷ്ണു സ്വാമി, ശ്രീ സമ്പ്രദായം വിഷ്ണുസ്വാമി, ശ്രീ സമ്പ്രദായം രാമാനുജാചാര്യ. നിംബാർക്ക സമ്പ്രദായത്തിൽ ഒരു പരിശുദ്ധ വൈഷ്ണവനായി തീരുകയും ചെയ്തു. അദ്ദേഹം നിംബാർക്ക സമ്പ്രദായത്തിന്റെ പാരിജാത ഭാഷ്യം എന്നറിയപ്പെടുന്ന വേദാന്ത വ്യാഖ്യാനത്തിന് കൗസ്തുഭ പ്രഭ എന്ന ശീർഷകത്തിൽ ഒരു വ്യാഖ്യാനം രചിച്ചു. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേഷൻ കാരണം അദ്ദേഹം ഒരു പരിശുദ്ധ വൈഷ്ണവനായി നിംബാർക്ക സമ്പ്രദായത്തിൽ ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ കേശവ കാശ്മീരി എന്ത് പറയുന്നു? 28 പറയുന്നു, ഒരിക്കലൊരു പൗർണമി രാത്രിയിൽ മഹാപ്രഭു തന്റെ അനേകം ശിഷ്യഗണങ്ങൾക്കൊപ്പം ഗംഗാനദിയുടെ തീരത്തിരുന്ന് വിദ്യാവിഷയങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ആ സമയത്ത് കേശവ കാശ്മീരി എന്ന പണ്ഡിതൻ യാദൃച്ഛികമായി അവിടെ വന്നു. ഗംഗാമാതാവിന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടി. ഇനിയുള്ള ഡയലോഗ് വളരെ എന്താണ്, അത്രയും രുചികരമായ ഒരു സംഭാഷണമാണ് അല്ലെ. മഹാപ്രഭു അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചെങ്കിലും ദിഗ്വിജയായ കേശവ കാശ്മീരി അഹങ്കാരം പൂണ്ട് മഹാപ്രഭുവിനോട് അവജ്ഞാപൂർവം സംസാരിച്ചു. നീ ആര് എന്നുള്ള രീതിയിൽ ഒരു സംസാരം.
താങ്കൾ നിമായി പണ്ഡിതൻ എന്ന വ്യാകരണ അധ്യാപകനാണെന്ന് ഞാൻ അറിയുന്നു. താങ്കളുടെ ബാല്യ വ്യാകരണ അധ്യാപനത്തെ ജനങ്ങൾ വളരെ പ്രശംസിക്കുന്നു. അതായത് കുട്ടികൾക്ക് വ്യാകരണം പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന് പറഞ്ഞിട്ട്, പ്രൈമറി സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു എന്താ പറയാ, ഒന്ന് താഴ്ത്തി അല്ലെ, താഴ്ത്തി കെട്ടി ചൈതന്യ മഹാപ്രഭുവിനെ. ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു, 12 വർഷം വ്യാകരണം ശ്രദ്ധാപൂർവം പഠിക്കണം എന്ന് പറയുന്നു. കേശവ കാശ്മീരി അതുക്കും മേലെയാണ്. വ്യാകരണമൊക്കെ അദ്ദേഹത്തിന് എന്താ പറയുക, ABCD ആണ്. കാവ്യവും അലങ്കാരവും തത്വചിന്തയൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ നിലവാരത്തിലിരിക്കുന്ന കേശവ കാശ്മീരിക്ക് നിമായി പണ്ഡിതനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല, ഒന്ന് കൊച്ചാക്കി. താങ്കൾ കലാപ വ്യാകരണമാണ് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കളുടെ വിദ്യാർത്ഥികൾ ഈ വ്യാകരണത്തിന്റെ വാക്പടുതയിൽ വിദഗ്ധരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു, സംസ്കൃത ഭാഷയിൽ വ്യാകരണത്തിന് അനേകം വിഭാഗങ്ങളുണ്ട്. പാണിനി വ്യാകരണമാണ് പൊതുവെ ഫേമസ്. സംസ്കൃതത്തില് പാണിനി വ്യാകരണം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ, പാണിനി സൂത്രങ്ങൾ എന്ന് പറയും. ഈ ഓരോ വ്യാകരണ തത്വങ്ങൾക്കും അതിൻ്റെ 2 വാക്കുകൾ ചേരുന്ന സമയത്ത് ആ സന്ധി എങ്ങനെ വരണം, മനസ്സിലായില്ലേ, എവിടെ പിരിക്കണം, എന്ത് ചെയ്യണം. അതുമാതിരി ഈവൻ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്, ഓരോ ശബ്ദങ്ങളുണ്ടല്ലോ. ഇപ്പൊ ആ എന്ന് പറയുന്ന ശബ്ദം എവിടെ നിന്ന് വരണം, കണ്ഠത്തിൽ നിന്ന് വരണം ആ എന്ന് പറയുന്ന ശബ്ദം, മനസ്സിലായില്ലേ. അതുപോലെ ഊ എന്ന് പറയുന്ന ശബ്ദം, ഉദാഹരണത്തിന് ഉപ്പൂപ്പധ്മാനിയാനാം ഓഷ്ഠൗ എന്ന് പറഞ്ഞ പാണിനി സൂത്രമുണ്ട്. ഊ എന്ന് പറയുന്നത് ചുണ്ടുകളിൽ നിന്നാണ് വരേണ്ടത്. അകുഹ വിസർജനീയാനാം കണ്ഠ, ആ എന്നുള്ള ശബ്ദം കണ്ഠത്തിൽ നിന്ന് വരണം. കാഖ ഗാഘങ്ങ ഒക്കെ കണ്ഠത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറയട്ടെ. ഇങ്ങനെ ഓരോ നിയമങ്ങളുണ്ട്. ഡോക്ടർ വന്നിട്ടുണ്ടോ? ഒരു ഡോക്ടറും വന്നിട്ടില്ല. സോ പിന്നെ ഋതുരഷാണാം മൂർധ, ഋതുലസാനാം ദന്ത, ലാ പോലുള്ള വാക്കുകളൊക്കെ എവിടുന്ന് വരും? പല്ലിൽ നിന്നാണ് വരുന്നത്. പല്ല് പോയാൽ നേരെ സംസാരിക്കാൻ പറ്റാത്ത വാക്കുകളാണിത്. താ ഥ ദാ ധ ന ല സ, ഇതൊക്കെ പല്ലില്ലാതെ സംസാരിച്ചു നോക്കും, വരില്ല. താ ഥ ദാ ധ ന, പല്ല് വേണം. ഋതുലസാനാം ദന്തഃ ല സ, ഇതൊക്കെ ലാ പല്ലില്ലാതെ സംസാരിക്കാൻ പറ്റില്ല. പല്ലിൽ തന്നെ ലാ ഉണ്ട്. ഇങ്ങനെ കുറെ, ഇതൊക്കെ ജസ്റ്റ് പറയാണ്. ഇങ്ങനെ പാണിനി വ്യാകരണത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, സന്ധികളും സമാസങ്ങളും, നല്ല രസമാണ്. അതൊക്കെ ശ്ലോക രൂപത്തിലാണ്. ഗ്രാമർ മൊത്തം ശ്ലോകങ്ങളായിട്ടും സൂത്രങ്ങളായിട്ടുമാണ് പാണിനി അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ പാണിനി ബേസിക് ഗ്രാമർ ആണെങ്കിൽ അതിനപ്പുറം കലാപ വ്യാകരണമുണ്ട്, പിന്നെ കൗമുദി വ്യാകരണമുണ്ട്. ഇതൊക്കെ ഒരേ ഭാഷയ്ക്കകത്ത് ഉള്ള പല നിലവാരത്തിലുള്ള വ്യാകരണങ്ങളാണ്. ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്, ഐ തിങ്ക് ഭാഗവതത്തിലാണെന്ന് തോന്നുന്നു, ഭാഷകളിൽ വെച്ച് ഞാൻ സംസ്കൃതമാണെന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അല്ലേ? അതിന് കാരണം പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് ഭാവാർത്ഥത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിലും ഉണ്ടെന്ന് തോന്നുന്നു. അതായത് സംസ്കൃതത്തിലാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രാമർ, പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താണ്, അതുല്യമായ ഒരു അനുപമമായ ഒരു വ്യാകരണം സംസ്കൃതം കഴിഞ്ഞേ ബാക്കി ഭാഷകളിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ എല്ലാം ഒരു മെമ്മറി ചെയ്യാൻ പറ്റുന്ന, ഓർക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ശ്ലോകമുണ്ട്, ഇത് വ്യാകരണമായിട്ട് ബന്ധമില്ല, പക്ഷെ 18 പുരാണങ്ങളില്ലേ, 18 പുരാണങ്ങൾ, ഈ 18 പുരാണങ്ങളെയും ഓർക്കാൻ വേണ്ടി ഒരു ശ്ലോകമുണ്ട്, കേട്ടിട്ടുണ്ടോ? അതായത് കൈർലിംഗ അങ്ങനെ എന്തോ അല്ലേ? കൈർലിംഗ അങ്ങനെ എന്തോ. ഏകദേശം ഞാൻ പറയാം. അതായത് ഇത് വേണമെങ്കിൽ പിന്നെ അയച്ചു തരാം.
ഞാൻ സംസ്കൃത ഭാഷയുടെ ഒരു എന്താ പറയാ അതിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പൊ ഒരു ശ്ലോകമുണ്ട്, ഭദ്വയം മദ്വയം ചെയ്വ. അത് അയച്ചു തരാം. ഭദ്വയം, ഭ എന്ന് പറയുന്ന വാക്ക് വെച്ച് രണ്ടെണ്ണം ഉണ്ട്. ഭദ്വയം മദ്വയം ചെയ്വ ബ്രത്രയം വ ചതുഷ്ടയം അനാപലിംഗ കൂസ്കാനി അഷ്ടാദശ പുരാണാനി എന്നുള്ളതാണ് ശ്ലോകം. അപ്പോ ഭദ്വയം, ഭ എന്നുള്ള വാക്ക് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഭവിഷ്യ പുരാണവും ഭാഗവത പുരാണവും. ഓക്കെ, ഇപ്പൊ രണ്ടായി. ഭദ്വയം മദ്വയം, മായില് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? മാർക്കണ്ഡേയ പുരാണം, മാർക്കണ്ഡേയ പുരാണം, മത്സ്യപുരാണം. മത്സ്യപുരാണം. ഓക്കെ, ഭദ്വയം മദ്വയം ചെയ്വ ബ്രത്രയം, ബ്ര എന്നുള്ള വാക്കുണ്ടല്ലോ. ബ്രഹ്മപുരാണം, ഭാരതീയ പുരാണം. ആക്ച്വലി ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം. ബൃഹന്നാരദീയ പുരാണം വേറൊരു ഐ തിങ്ക് ഇതിൽ വരുന്നില്ല, ഈ ലിസ്റ്റിൽ വരുന്നില്ല. എനിവേ, അപ്പൊ ഇത് ബ്രത്രയം. ഇപ്പൊ എത്രയായി ടോട്ടല്? 3, 5, 2, 7. 7 ഇനി ബ്രത്രയം വ ചതുഷ്ടയം, വായിന്റെ 4 ഉണ്ട്. വാ വെച്ച് തുടങ്ങുന്ന 4 പുരാണങ്ങളുണ്ട്. വാമന പുരാണം, വാമന പുരാണം, വായുപുരാണം, വായു പുരാണം, വിഷ്ണു പുരാണം, വിഷ്ണു പുരാണം. ഇനി ഒന്നുകൂടെ ഉണ്ടാവണല്ലോ, വരാഹ പുരാണം. ഹരിബോൾ. 4 അപ്പൊ എത്രയായി ഇപ്പോ? 11. 11. ഇനി എത്ര എണ്ണം കൂടെ കിട്ടണം? 7 എണ്ണം കൂടെ കിട്ടണം. അതിനാണ് ഇട്ടിരിക്കുന്നത് അനാപലിംഗ കൂസ്കാനി. ഒറ്റ വാക്കാണ്, അതായത് അനാപലിംഗ. ഒരു കോഡിംഗ് ആണ്. ആ എന്ന് പറയുമ്പോഴേക്കും അഗ്നിപുരാണം. ഓക്കെ, അനാപ എന്ന് പറയുമ്പോഴേക്കും ആ, പിന്നെ നാ എന്ന് പറയുന്നത് നാരദ പുരാണം. അനാപ, പ എന്താണ്? ഏറ്റവും വലിയ പുരാണം. ഏറ്റവും വലുതല്ല, പത്മപുരാണം. പത്മപുരാണം. ഞാൻ പറഞ്ഞല്ലോ. അനാപ ലിംഗ, പത്മപുരാണം, പത്മപുരാണം, പത്മപുരാണം. അപ്പൊ ലിംഗപുരാണം, ഗരുഡ പുരാണം. അനാപ ലിംഗ, ലിംഗ പുരാണം, ഗരുഡ പുരാണം. എത്രയായിപ്പോ? ഇത് 13 അല്ല 11, 12, 13, 14, 15, 16. 16 ആയില്ലേ ഗരുഡ പുരാണം എത്തിയപ്പോ? ഇല്ലേ? അനാപലിംഗ കൂസ്ക, കൂ എന്ന് പറയുമ്പോഴേക്കും കൂർമ്മ പുരാണം. അഷ്ടദശ പുരാണം. ഇങ്ങനെ 18 പുരാണം. റൈറ്റ്? ഒറ്റ ശ്ലോകത്തില് 18 പുരാണങ്ങളുടെയും പേര്, കോഡ്, ഫസ്റ്റ് വാക്ക് വെച്ച് ഓർമ്മിക്കാനൊരു ശ്ലോകമാക്കി കൊണ്ടുവന്നു. ഇതാണൊരു ഭാഷയുടെ അതുകൊണ്ടാണ് സംസ്കൃതത്തിന് ഒരു പ്രത്യേക സ്റ്റേറ്റസ് കൊടുത്തിരിക്കുന്നത്. ഈ സിദ്ധരൂപം സംസ്കൃതം പഠിക്കുമ്പോ ആദ്യം സിദ്ധരൂപമാണ് പഠിക്കാന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? അല്ല, അങ്ങനെയല്ലേ? ഏതാ പ്രഭു? സിദ്ധരൂപം പഠിക്കാനായിട്ട് സിദ്ധരൂപമാണ് ആദ്യം പഠിക്കുക. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ വ്യാകരണം ആയതുകൊണ്ടാണോ എന്താണ്? സിദ്ധരൂപം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. രൂപങ്ങൾ ഇത്ര രാമോ രാമേണ അതൊക്കെയാണ് പ്രഭുജി ഉദ്ദേശിച്ചത്. വിഭക്തികൾ. ഓക്കെ, മറ്റേ
ആ ഇല്ല, ഫസ്റ്റ് നമ്മൾ ആ ഈ തന്നെയാണ് പഠിക്കുന്നത്. അക്ഷരങ്ങളല്ലേ ആദ്യം പഠിക്കുന്നത്. ഗ്രാമറിലേക്ക് അല്ല, അക്ഷരം ചെല്ലുമ്പോഴാണ് കഴിഞ്ഞിട്ടുള്ള സിദ്ധരൂപ അമരകോശം എന്നൊക്കെ പറയില്ലേ, അതാന്ന് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. എനിവേ, എന്തായാലും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ പറയുന്നത് ഇങ്ങനെ താങ്കൾ കലാപ വ്യാകരണമാണ് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കളുടെ വിദ്യാർത്ഥികൾ ഈ വ്യാകരണത്തിന്റെ വാക്പടുതയിൽ വിദഗ്ധരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. പ്രഭുപാദ് എഴുതുന്നു ഭാവാർത്ഥത്തിൽ, വ്യാകരണ പഠനത്തിൽ ഈ 615 ഭാവാർത്ഥത്തിന്റെ ഏകദേശം ഇടയ്ക്ക് വരും. വ്യാകരണ പഠനത്തിൽ വിദഗ്ധനായ ഏതൊരുവനും ശാസ്ത്രങ്ങളെ അവയുടെ ധാതുപദങ്ങളുടെ അർത്ഥങ്ങൾക്ക് മാറ്റം വരുത്തി ബഹുരൂപേണ വ്യാഖ്യാനിക്കാറുണ്ട്. ഒരു വാക്കിനെ തന്നെ ഈ വ്യാകരണം പഠിച്ചാൽ രണ്ട് നല്ലതും ഉണ്ട്, ചീത്തയും ഉണ്ട്. ആ വാക്കുകളെ തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാനും വ്യാകരണം പഠിച്ച ആൾക്ക് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ കപി എന്ന് പറയുന്ന ഒരു വാക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കപി എന്ന് പറഞ്ഞാൽ എന്താണ്? വാനരൻ. അങ്ങനെ കപി. പക്ഷേ ഈ കപിക്ക് മറ്റൊരർത്ഥം പറയാൻ പറ്റുന്നത്, കമ്മെന്ന് വെച്ചാൽ ജലം, വെള്ളം. പി എന്ന് വെച്ചാൽ കുടിക്കുന്നവൻ, വെള്ളം കുടിക്കുന്നവൻ. അപ്പൊ സൂര്യനും അങ്ങനെ ഒരു പേരുണ്ട്. കാര്യം ജലാശയങ്ങളിൽ നിന്നൊക്കെ വെള്ളം വറ്റിച്ചെടുക്കുന്നത് സൂര്യനാണ്. അതുകൊണ്ട് കപിക്ക് സൂര്യൻ എന്നുള്ളൊരു അർത്ഥവും വരുന്നുണ്ട്. ആ വാക്കിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? സോ അതുകൊണ്ടൊക്കെ തന്നെ വ്യാകരണം മാത്രം അറിയുന്നത് കൊണ്ട്, ഭാഷ മാത്രം അറിയുന്നത് കൊണ്ട് ആ വാക്കുകളോ അല്ലെങ്കിൽ ആ വാക്കുകളോ ഉണ്ടാക്കിയിരിക്കുന്ന ശ്ലോകങ്ങളോ അതിൻ്റെ അർത്ഥങ്ങളോ എപ്പോഴും മനസ്സിലാകണമെന്നില്ല. വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യർ എന്തു പറഞ്ഞു? ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജ മൂഢമത്തെ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഗ്രീൻ. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് മാത്രം എപ്പോഴും മനസ്സിലായി എന്ന് വരില്ല. എന്തും കൂടി വേണം. വിവേകം. അതിന്റെ സന്ദർഭം നോക്കിയിട്ട് വേണം. സന്ദർഭം നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഗുരുസ് മെർസി ബേസിക്കലി അല്ലേ? അതിന് ഒരു രാമായണത്തിന് പലലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ളുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ശ്രീരാമൻ അത് കഴിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റുള്ളവർ അതിന് വ്യാഖ്യാനിക്കണം ശ്രീരാമൻ മൃഗത്തിന്റെ മാംസം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. രണ്ടർത്ഥമുണ്ട് പലലത്തിന്. അതെ. ഇപ്പൊ എന്തായാലും ഇവിടെ കേശവകാശ് ഇവിടെ വ്യാകരണം പഠിക്കുന്നതിന്റെ ഗുണത്തെയും ദോഷത്തെയും കുറിച്ച് പറയുകയാണ്. അപ്പോ മറ്റൊരു കാര്യം അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത പേജ് നോക്കിയാല് അവിടെ എഴുതിയിട്ടുണ്ട്, കേശവ കാശ്മീരി നിമായി പണ്ഡിതനോട് തന്നെയാണ് വാഗ്വാദത്തിൽ ഏർപ്പെടേണ്ടതെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അല്ലേ? കണ്ടായിരുന്നോ? ഉണ്ട് ആ ഭാവാർത്ഥത്തില് ലാസ്റ്റ്. താൻ ശാസ്ത്ര ചർച്ചകൾ നടത്തേണ്ടത് നിമായി പണ്ഡിതനുമായാണ് മുൻകൂട്ടി അറിഞ്ഞു. അതെ. ഒരു മിനിറ്റ്, പേജ് മിസ്സാണ്. 616. ഓക്കെ. പെട്ടെന്നൊരു മഴ വന്നു. ഇവിടെ നല്ല മഴയാ, ഇവിടെ ഗംഭീര മഴ നടക്കുക.
എന്തു പറ്റിയെന്നറിയില്ല, പെട്ടെന്നൊരു മഴ. അപ്പോ അതിന് പുറകിലൊരു കഥയുണ്ട്. അതായത് ഈ കേശവ കാശ്മീരി ഇവിടേക്ക് വരുന്നു, നവദ്വീപിലേക്ക് വരുന്നു എന്നുള്ളൊരു വിവരം കിട്ടുന്ന സമയത്ത് കേശവ കാശ്മീരി ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരും അവിടെയുള്ള നവദ്വീപിലെ വലിയ വലിയ പണ്ഡിതന്മാർ പോലും പേടിച്ചു വിറക്കിയായിരുന്നു എന്നാണ് പറയുന്നത്. ചൈതന്യ ഭാഗവതത്തിൽ അതുണ്ട്. അപ്പൊ ചിലരൊക്കെ വെക്കേഷൻ എടുത്ത് നാട്ടിൽ പോയി, സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ട് കേശവ കാശ്മീരിയെ എന്താണ് അദ്ദേഹത്തിന് മുമ്പില് ഒരു നാണക്കേട് ഉണ്ടാവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ചിലര് നാട് വിട്ടുപോയി. മറ്റു ചിലര് അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയിരുന്ന നവദ്വീപിലെ പ്രാമാണികരായ പണ്ഡിതന്മാര് അവര് ചേർന്ന് വിചാരിച്ചു, ഇത് എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനൊരു ദിഗ്വിജയ് പണ്ഡിതനാണ് വരുന്നത്. നവദ്വീപ് അന്ന് വിദ്യാഭ്യാസത്തിനും ശാസ്ത്രത്തിനും തത്വത്തിനും ഒക്കെ വളരെ പേരുകേട്ട ഒരു സ്ഥലമാണ്. ഈ നാടിനെയും നാട്ടുകാരുടെയും മഹിമ, അതിന്റെ ഒരു സൽപ്പേര് നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. അതേസമയം നമുക്കാർക്കും അദ്ദേഹത്തോട് പോയി മല്ലിടാനുള്ള ഒരു എന്താണ് ഒരു ധൈര്യവുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് ഒരു സജഷൻ വന്നത്. ആ അഹങ്കാരിയായ നിമായി പണ്ഡിതൻ ഉണ്ടല്ലോ, ചെറിയൊരു ബാലകനാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആദ്യം നിമായി പണ്ഡിതനെ കേശവ കാശ്മീരിയോട് വാഗ്വാദം ചെയ്യാൻ വേണ്ടി ആദ്യം റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്ത പല ഗുണങ്ങളുണ്ട്. ഒന്നാമത്, കേശവ കാശ്മീരിയുടെ മുമ്പിൽ ഒരു ചെറിയൊരു ബാലകനെ ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഒരു രീതിയിൽ കേശവ കാശ്മീരിയെ അവഹേളിക്കുന്ന രീതിയിലായി, ഇല്ലേ? ഇത്രയും വലിയ ദിഗ്വിജയ് പണ്ഡിതന്റെ മുൻപിൽ ഒരു ചെറിയൊരു ബാലനെ, പ്രായത്തിൽ വളരെ കുറഞ്ഞ ഒരു വ്യക്തിയെ ഇട്ടു കൊടുക്കുന്നു, അതൊന്ന്. പിന്നെ രണ്ടാമത്, സപ്പോസ് നിമായി പണ്ഡിതൻ തോറ്റു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടാമതൊരു ചാൻസ് കിട്ടും. അവർക്ക് പറയാൻ സാധിക്കും, ഒരു കൊച്ചുകുട്ടിയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഒരു ബാലകനെയാണ് നിങ്ങൾ തോൽപ്പിച്ചത്, ഞങ്ങളോട് വാഗ്വാദം ചെയ്യാൻ വരും എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടാൻ അവർക്ക് അവസരമുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇനി ഒരു പക്ഷേ നിമായി പണ്ഡിതൻ കേശവ കാശ്മീരെ തോൽപ്പിച്ചു എങ്കിൽ ഇവർക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു ചെറിയ കുട്ടിയാലെ പോലും തോൽപ്പിച്ചു എന്ന് പറയാം. അതെ, ഞങ്ങളുടെ നവദ്വീപിലെ കൊച്ചു പയ്യന് പോലും തോൽപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ ഈ ചൈതന്യ ഭാഗവത്തിൽ പറയുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവര് എല്ലാവരും കൂടി നിമായി പണ്ഡിതനോട് പറഞ്ഞു, നിമായി താങ്കളായിരിക്കണം ഈ കേശവ കാശ്മീരിയോട് സംസാരിക്കേണ്ടത്. താങ്കൾക്ക് എന്തായാലും വഴി പോകുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട്, അത് നിമായി പണ്ഡിതന്റെ ഒരു എന്താണ് വിനോദമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ ജയപതാക സ്വാമി മഹാരാജ്, ഗുരു മഹാരാജിന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, സജി മാതാവിന്റെ ഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നിമായി ഇറങ്ങിയിട്ട് ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്നു, ആരുണ്ട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി എന്ന് പറയുന്നു. അപ്പൊ നിമായി പണ്ഡിതനെ കാണുന്ന സമയത്ത് ചിലർക്ക് ഇങ്ങനെ മുണ്ടിട്ട് പുതച്ച് വേറെ വഴി കൂടെ പോകും. ചില വ്യക്തികളൊക്കെ പേടിച്ച് പറയും, നിമായി ഇന്ന് വേണ്ട, ഇന്ന് എനിക്ക് തിരക്കാണ്, നിന്നോട് സംസാരിക്കാൻ സമയമില്ല എന്നൊക്കെ പറയും. അങ്ങനെ ആളുകളെ പുറകിൽ പോയി പിടിച്ചു വലിച്ച് അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു നിമായി. ഒരു പ്രാവശ്യം ഗദാധർ പണ്ഡിറ്റ്, പഞ്ചതത്വത്തിലുള്ള ഗദാധർ പണ്ഡിറ്റ് വന്ന് നടന്നു പോവുമായിരുന്നു. നടന്നു പോകുന്ന സമയത്ത് ഉടനെ, ഏയ് ഗദാധര, എത്ര നാളായി നിന്നെ കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഗദാധർ പറയുന്നത്, ഞാൻ നിന്നെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗദാധർ വേറൊരു സൈഡിൽ നടക്കും. ഇവരിത്രയും അടുത്ത കൂട്ടുകാരാണ് ഗദാധർ പണ്ഡിറ്റും നിമായി. സോ ഇല്ല, നിന്നെ ഞാൻ കണ്ടേ ഇല്ല എന്ന് നിമായിനോട് പറയും. അപ്പോ നിമായി പറയും, ഇല്ലില്ല, കണ്ടില്ലെങ്കിൽ എങ്ങനെ നിനക്ക് സംസാരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും, എനിക്ക് നിന്നോട് എന്തായാലും പറയാ, ഒരു വിഷയം ഞാൻ മറന്നുപോയി, ആത്മാവിനെയും ശരീരത്തെയും കുറിച്ചുള്ള വ്യത്യാസത്തെ കുറിച്ച്, അങ്ങനെ എന്തോ ഒരു കാര്യത്തെ പറ്റി എനിക്ക് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും പറയും, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ വ്യാകരണമല്ല പഠിക്കുന്നത്, ഞാൻ കവിതയും കാവ്യാലങ്കാരങ്ങളും ഒക്കെയാണ് എൻ്റെ സബ്ജക്റ്റ്, ഞാൻ അതിലാണ് പഠിക്കുന്നത്, അല്ലാതെ എനിക്ക് വ്യാകരണത്തിലൊന്നും വലിയ പാഠവുമില്ല എന്ന് ഗദാധർ പണ്ഡിറ്റ് പറയും. അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്കൂ എന്ന് പറയും.
അപ്പൊ നിമായി പറയും, അതെന്ത് കവിതാ പഠനമാണ്? വ്യാകരണമാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം. വ്യാകരണം ഇല്ലാതെ തെറ്റായ വ്യാകരണം ഉപയോഗിച്ച് എന്ത് കവിതയൊന്നും നിനക്ക് ഉണ്ടാക്കാനാണ്? അത് ശരി, എന്നാ ഇതിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിമായും ഗദാധർ പണ്ഡിറ്റും അതുപോലെ ആ പ്രദേശത്തുള്ള എല്ലാ വ്യക്തികളുമായിട്ട് നിമായി കൃഷ്ണൻ എങ്ങനെയാണോ ഓരോ വീടുകളിലും ചെന്ന് വെണ്ണ മോഷ്ടിക്കുന്നത്, അതുപോലെ പറയുന്നുണ്ട് നിമായി ഓരോ വീടുകളിലും ഓരോ വ്യക്തികളുടെ അടുത്തും ചെന്ന് ഈ പാണ്ഡിത്യ ലീല വാഗ്വാദങ്ങൾ ചെയ്ത് അങ്ങനെ അവരുടെ ഹൃദയങ്ങളും നിമായി മോഷ്ടിക്കുമായിരുന്നു. അങ്ങനെ കൃഷ്ണലീലയുടെ തന്നെ മറ്റൊരു രീതിയിലുള്ളൊരു പകർപ്പായിട്ട് ചൈതന്യ മഹാപ്രഭു ബാല്യലീലകള് കൗമാര ലീലകളൊക്കെ ചെയ്തു. അപ്പോ ആ സമയത്താണ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നിമായി ഇഷ്ടമാണ്. കാരണം നല്ല സൗമ്യ സ്വഭാവമാണ്, കണ്ടു കഴിഞ്ഞാൽ അത്ര സൗന്ദര്യമാണ് നിമായി. സോ എല്ലാവർക്കും നിമായിനെ വേണം, ആർക്കും വിട്ടുകളയാൻ. കാണാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ദുഃഖമാവും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനൊരു മധുരമായ ഒരു പ്രശ്നത്തിലാണ് ആ പരിസരവാസികളൊക്കെ ജീവിച്ചിരുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് കേശവ കാശ്മീരി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർക്ക് ആലോചിക്കേണ്ട ആവശ്യമേ ഉണ്ടായില്ല. ശരി, നിമായിനെ കുറച്ചുനാള് ഇദ്ദേഹത്തോട് സംവദിക്കാൻ വിട്ടുകഴിഞ്ഞാല് എന്തായാലും ദിഗ്വിജയിയാണല്ലോ, അപ്പൊ സംസാരിച്ചു വരുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും. അത്രയും കാലം നമുക്കും സ്വസ്ഥമായി ഇരിക്കാം, ഈ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിമായിനെ കേശവ കാശ്മീരിയുമായിട്ട് സംവദിപ്പിക്കാൻ മറ്റുള്ളവരെല്ലാവരും തീരുമാനിച്ചു. ഇത് ചൈതന്യ ഭാഗവത്തിലുള്ളതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു ചൈതന്യ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നിമായി പണ്ഡിതൻ വന്നിട്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ട് അതിനെ വന്നിട്ട് മറ്റുള്ളവര് തെറ്റാണെന്ന് സ്ഥിരീകരിക്കും. മറ്റുള്ളവർ പറഞ്ഞത് തെറ്റാണെന്ന് ചൈതന്യ മഹാപ്രഭു സ്ഥിരീകരിക്കും. എന്നിട്ട് കുറെ കഴിയുന്ന പറഞ്ഞ് അവർ പറയാം ആ ശരിയാണ്, ചൈതന്യ മഹാപ്രഭു പറഞ്ഞതാണ് ശരിയെന്ന് പറയും. അപ്പൊ പറയാം അല്ല, അതല്ല, ഞാൻ ആദ്യം പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് തിരിച്ചും ആ തെറ്റിനെ ശരിയാക്കുമെന്ന്. അങ്ങനെയുള്ള ഒത്തിരി ഇതൊക്കെ ചെയ്യുമെന്ന് അതെ ചൈതന്യ ഭാഗവതത്തിൽ. അതെ, ഇതേ ശ്ലോകം ചൈതന്യ ചരിതാമൃതത്തിലും ഉണ്ടായിരുന്നു. സോ അങ്ങനെ 33 പറയുന്നു, ഭഗവാൻ പറഞ്ഞു, അതെ, ഞാനൊരു വ്യാകരണ അധ്യാപകൻ എന്ന് അറിയപ്പെടുന്നു. എങ്കിലും എന്റെ ശിഷ്യന്മാരിൽ വ്യാകരണ ജ്ഞാനത്തിന്റെ മതിപ്പുളവാക്കാൻ എനിക്കോ എന്നെ മനസ്സിലാക്കാൻ അവർക്കോ സാധിച്ചിട്ടില്ല. ഭാവാർത്ഥം, കേശവ കാശ്മീരി ഗർവിഷ്ഠനായതിനാൽ മഹാപ്രഭു സ്വയം താഴ്ന്ന് കേശവ കാശ്മീരിയുടെ കൃത്രിമമായ അഹങ്കാരം വർദ്ധിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തി. ഇതൊരു എങ്ങനെയാണ് നിമായി ചൈതന്യ മഹാപ്രഭു കേശവ കാശ്മീരി ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വളരെ ബ്യൂട്ടിഫുൾ കാര്യമാണ്. 34 പറയുന്നു, അല്ലയോ ശ്രീമൻ, താങ്കൾ സർവശാസ്ത്ര വിശാരദനും കാവ്യരചനയിൽ അതിനിപുണനുമാണ്. എന്നാൽ ഞാനോ കേവലം ഒരു ശിശു, ഒരു നവവിദ്യാർത്ഥി, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ അങ്ങനെ താഴ്ന്നു കൊടുക്കുന്നു. അതുകൊണ്ട് കവിതാരചനയിലുള്ള അങ്ങയുടെ സാമർഥ്യം കേട്ടറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവുണ്ടായി അങ്ങ് ഗംഗാമാതാവിന്റെ മഹത്വം വർണ്ണിക്കുന്ന പക്ഷം ഞങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയുമായിരുന്നു. ഇത് കേട്ട ബ്രാഹ്മണൻ കേശവ കാശ്മീരി കൂടുതൽ ഗർവം കൊള്ളുകയും 1 മണിക്കൂറിനുള്ളിൽ ഗംഗയെ സ്തുതിക്കുന്ന 100 ശ്ലോകങ്ങൾ രചിക്കുകയും ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ, 1 മണിക്കൂറിൽ 100 ശ്ലോകം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 1 ശ്ലോകത്തിലും കൂടുതലുണ്ട് അല്ലെ? ഏകദേശം 1 മിനിറ്റിൽ 1.25 ശ്ലോകമൊക്കെ വരും ഇല്ലേ? എന്ന് വെച്ചാൽ ഏകദേശം ആ ശ്ലോകം പറയാനെടുക്കുന്ന സമയം അതിന് ഒരല്പം കൂടുതൽ ആ സമയം കൊണ്ട് അദ്ദേഹം രചിക്കുന്നു. ആലോചിച്ച് നോക്കൂ അല്ലേ? ഒരു ശ്ലോകം ഉണ്ടാക്കാനുള്ള സമയം അതിൽ ഒരല്പം കൂടുതൽ മാത്രമാണ്, ഒരു ശ്ലോകം ചൊല്ലാനുള്ള സമയത്തിൽ അല്പം കൂടുതൽ മാത്രമാണ് അദ്ദേഹം
ആ ശ്ലോകം രചിക്കാൻ എടുക്കുന്നത്. എന്തു വലിയൊരു പണ്ഡിതനായിരിക്കണം. അതുകൊണ്ട് മഹാപ്രഭു പറയുന്നു 37-ല്, ഭൂമിയിൽ അങ്ങേക്കാൾ മഹാനായ ഒരു കവി ഇല്ല എന്ന് പറഞ്ഞ് മഹാപ്രഭു അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. അങ്ങയുടെ പിന്നെ അത് 38-ല് ആ പ്രശംസയിൽ ഒരു ചെറിയൊരു എന്താണ് എന്താ പറയാ, അതിലൊരു ഇതല്ലേ നെഗറ്റീവ്, ഇത് അതായത് ഒരു കുത്തു കൊടുക്കണ പോലെ അല്ലേ, ഒരു കുത്തു കൊടുക്കുന്ന പോലെ. അത് തന്നെ. അത് നിങ്ങൾക്കും സരസ്വതി ദേവിക്കും അല്ലാതെ നിങ്ങൾക്കും സരസ്വതി ദേവിക്ക് അല്ലാതെ മറ്റാർക്കും മനസ്സിലാവില്ല എന്നോ. സാർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നത്. ഡബിൾ മീനിങ്, സർക്കാസ്റ്റിക്. അത് തന്നെ, സർക്കാസ്റ്റിക് ആയിട്ട് പറയും. ഇപ്പോ 39-ല്, പക്ഷെ ഭവാൻ ഏതെങ്കിലും ഒരു ശ്ലോകത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്ന പക്ഷം ഞങ്ങൾക്കത് അങ്ങയുടെ മുഖത്തിൽ നിന്ന് ശ്രവിക്കാനും അതുമൂലം നന്നേ സന്തോഷിക്കാനും സാധിക്കും. അപ്പോ 40-ല് ഏത് ശ്ലോകത്തിന്റെ വിശദീകരണമാണ് വേണ്ടതെന്ന് അദ്ദേഹത്തോട് ദിഗ്വിജയ് ചോദിച്ചു. മഹാപ്രഭു അപ്പോൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ 100 ശ്ലോകങ്ങളിൽ ഒന്ന് ചൊല്ലി. ആ ശ്ലോകം കൊടുത്തിട്ടുണ്ട്. 42-ല് ഈ ശ്ലോകത്തിന്റെ അർത്ഥം വിശദീകരിക്കാൻ മഹാപ്രഭു ആവശ്യപ്പെട്ടപ്പോൾ ദിഗ്വിജയ് അത്ഭുതപ്പെടുകയും മഹാപ്രഭുവിനോട് ഇപ്രകാരം ആരായുകയും ചെയ്തു: എല്ലാ ശ്ലോകങ്ങളും ഞാൻ ചൊല്ലിയത് വീശിയടിക്കുന്ന കാറ്റിന്റെ വേഗത്തിലാണ്. ഝഞ്ചാവാതപ്രായ അമി ശ്ലോക പടില. വീശിയടിക്കുന്ന കാറ്റിന്റെ വേഗത്തിലാണ്. ആ ശ്ലോകങ്ങളിൽ നിന്ന് ഒന്നുപോലും പൂർണ്ണമായി ഹൃദിസ്ഥമാക്കാൻ അങ്ങേക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പോ മഹാപ്രഭു പറയുന്നു, ദൈവാനുഗ്രഹത്താൽ ഒരുവൻ ഒരു മഹാകവി ആയിത്തീർന്നേക്കാം. അതുപോലെ അവിടുത്തെ കൃപയാൽ ഒരുവൻ കേട്ടതെന്തും തൽക്ഷണം സ്മരിക്കാൻ കഴിയുന്ന ഒരു ശ്രുതിധരനുമായേക്കാം എന്ന് പറയുന്നു. അതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു, ശ്രുതിധരന്മാർ കലിയുഗത്തിന്റെ ആരംഭത്തിന് മുൻപ് ഏറെക്കുറെ എല്ലാവരും, പ്രത്യേകിച്ചും ബ്രാഹ്മണർ, ശ്രുതിധരന്മാരായിരുന്നു. ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ അത് റെക്കോർഡാവും. ടേപ്പ് റെക്കോർഡർ ആവശ്യമില്ല, ഹാർഡ് ഡിസ്ക് ആവശ്യമില്ല, ഗൂഗിൾ ഡ്രൈവോ ക്ലൗഡോ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാല് ശബ്ദപ്രമാണം. ആൾക്കാർക്ക് ശ്രുതിധരന്മാർ, കേട്ട് ഉടനെ. അങ്ങനെയാണ് സ്വനഗ്രാഹി എന്നല്ലേ പണ്ടത്തെ ഈ ഗ്രാമഫോണിന് പേര്. കേട്ട ഉടനെ അതിനെ ഒപ്പിയെടുക്കുന്ന, പിടിച്ചെടുക്കുന്ന ഒരു യന്ത്രം. പക്ഷെ പണ്ട് ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ആ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നു, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നില്ല, എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഓർക്കുമായിരുന്നു. ഇപ്പോഴും തന്നെ വേദപഠനമൊക്കെ അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഒരു തവണയല്ല, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ പണ്ടത്തെ ആൾക്കാർക്ക് ഓർക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് എന്താ പറയാ, നമ്മുടെ സ്വന്തം ഫോൺ നമ്പർ പോലും പലർക്കും ഓർമ്മയില്ല. അതെ, ശരിയാ. നെയിം സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്പർ നമ്മൾ ഓർമ്മിക്കും. എവിടെ നിന്ന് എവിടെ എത്തി നമ്മൾ. സോ 2 മിനിറ്റും കൂടി ഉണ്ട്. ശ്ലോകം 45. മഹാപ്രഭുവിന്റെ പ്രസ്താവനയിൽ സംതൃപ്തനായ ബ്രാഹ്മണൻ കേശവ കാശ്മീരി അവിടുന്ന് ചോദിച്ച ശ്ലോകം വിശദീകരിച്ചു. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, ഇനി ദയവായി ഈ ശ്ലോകത്തിന്റെ ഗുണദോഷങ്ങൾ വിവരിച്ചാലും. ഗുണം മാത്രമല്ല പറഞ്ഞു, ദോഷവും വിവരിക്കാൻ മഹാപ്രഭു അഭ്യർത്ഥിക്കുന്നു. ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു, ആ ശ്ലോകത്തിൽ ദോഷത്തിന്റെ ലാഞ്ചന പോലുമില്ല. ഇന്നലെ പറഞ്ഞ പോലെ ലാഞ്ചന സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യണം. മറിച്ച് അതിന് ഉപമകളുടെയും അനുപ്രാസത്തിന്റെയും ശ്രേഷ്ഠ ഗുണങ്ങളുണ്ട്. മഹാപ്രഭു പറഞ്ഞു, അങ്ങ് കുപിതനാവുകയില്ലെങ്കിൽ ഞാൻ ചിലത് പറയാം. ഈ ശ്ലോകത്തിന്റെ ദോഷങ്ങൾ വിശദീകരിക്കാൻ താങ്കൾക്ക് കഴിയുമോ? സോ കാവ്യം പ്രതിഭാപൂർണമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായും പരമോന്നത ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുന്നതുമാണ്. എങ്കിലും സൂക്ഷ്മ പരിശോധന നടത്തുന്ന പക്ഷം അതിൽ ഗുണദോഷങ്ങളുമുണ്ട്.
സോ ഭഗവാൻ അരുളി ചെയ്തു, അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ശ്ലോകത്തിന്റെ സൂക്ഷ്മ പരിശോധന നടത്താം. കവി മറുപടി പറഞ്ഞു, അതെ, താങ്കൾ ചൊല്ലിയ ശ്ലോകം പരിപൂർണമായി ശരിയാണ്. ഒരു സാധാരണ വ്യാകരണ വിദ്യാർത്ഥിയായ നിനക്ക് സാഹിത്യാലങ്കാരങ്ങളെ കുറിച്ച് എന്തറിയാം? ഈ കാവ്യത്തെ നിരൂപണം ചെയ്യാൻ നിനക്കാവില്ല, കാരണം നിനക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുന്നു. സോ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറയാൻ പ്ലാൻ ചെയ്യായിരുന്നു. 51-ാമത്തെ ഇതില് ശ്രീ ചൈതന്യ മഹാപ്രഭു വിനയം കൈക്കൊണ്ടു പറഞ്ഞു, ഞാൻ അങ്ങയോളം ഉയർന്ന നിലവാരത്തിലല്ലാത്തതിനാൽ അങ്ങയുടെ കാവ്യത്തിന്റെ ഗുണദോഷങ്ങൾ വിശദീകരിച്ച് അങ്ങ് തന്നെ എന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നു. സോ ഞാൻ കാവ്യാലങ്കാരങ്ങൾ പഠിച്ചിട്ടില്ല എന്നത് സത്യം തന്നെ, പക്ഷെ അതിനെക്കുറിച്ച് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് ശ്രവിച്ചിട്ടുണ്ട്. അതിനാൽ എനിക്ക് ഈ ശ്ലോകം നിരൂപണം ചെയ്യാനും അതിലെ അനേകം ശ്ലോകങ്ങളും ദോഷങ്ങളും ഗുണങ്ങളും കണ്ടുപിടിക്കാനും കഴിയുന്നു. എന്നിട്ട് ലാസ്റ്റ് കവി പറയുന്നു, ശരി, നീ കണ്ടെത്തിയ ഗുണദോഷങ്ങൾ ഞാൻ കാണട്ടെ. മഹാപ്രഭു മറുപടി പറഞ്ഞു, എന്നെ സംസാരിക്കാൻ അനുവദിച്ചാലും ഞാൻ പറയുന്നത് രോഷം കൂടാതെ കേൾക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നു. ഇതിലൊരു കാര്യം മഹാപ്രഭുവിന്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന്, എന്താണ് നമുക്കിതില് ഈ മഹാപ്രഭുവിന്റെ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ ആദ്യം നമുക്ക് വ്യക്തമാകുന്ന എന്താണ്, തോന്നുന്നത് എന്താണ്? വളരെ വിനയത്തോടെ, വിനയം അല്ലേ, ഹ്യൂമിലിറ്റി. humility. അപ്പോ മഹാപ്രഭു വിനയത്തോടെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും, അത് ആദ്യത്തെ കാര്യം. പക്ഷെ വിനയം മാത്രമല്ല, വളരെ ബുദ്ധിപരമായിട്ടും കൂടിയാണ്. അതെ, ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്നു, വിനയത്തോടെ സംസാരിക്കുന്നു. കോൺഫിഡൻസ്. നിശ്ചയദാർഢ്യം അറിയണമെന്നുള്ള ഒരു ഓക്കെ, അതും പറയാം. മറ്റുള്ള ക്ലാരിറ്റി. ക്ലാരിറ്റി, ഓക്കെ, മറ്റു വ്യക്തിത്വത്തെ ബഹുമാനിക്കുക, ആദരവ് കൊടുക്കുക. അതെ, അത് ചെയ്യുന്നുണ്ട്. വിനയത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കുന്നു. പക്ഷെ അത് മാത്രമല്ല, അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കണമെന്നുള്ള ഒരു, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് സമർത്ഥിക്കാനുള്ള ഒരു കഴിവ്. അതായത് എത്ര തന്നെ കേശവ കാശ്മീരി പറഞ്ഞാലും ഈ ശ്ലോകത്തില് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ, ദോഷങ്ങളില്ല, തെറ്റുകളില്ല എന്ന് പറഞ്ഞാലും വിനയപൂർവ്വമാണെങ്കിലും മഹാപ്രഭു ഇതില് ദോഷങ്ങളുണ്ട്, ഇത് അങ്ങ് തന്നെ വിശദീകരിച്ച് തരിക എന്നുള്ള രീതിയിൽ മഹാപ്രഭു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പുറകോട്ട് പോകുന്നുണ്ടോ? ഇല്ല, ഇല്ല. ഇല്ല അല്ലെ? ദോഷങ്ങളുണ്ട്, അതെനിക്ക് ദോഷങ്ങൾ നിരൂപിക്കാൻ സാധിക്കില്ലായിരിക്കാം, താങ്കൾ പറഞ്ഞു തരും ആ ദോഷം. ശരി, താങ്കൾ പറഞ്ഞുകൊണ്ട് ദോഷമില്ല എന്ന് പറഞ്ഞ് വഴങ്ങി കൊടുക്കുന്നില്ല മഹാപ്രഭു. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവൃത്തികളിൽ നിന്നും ഒരു കാര്യം പഠിക്കാൻ സാധിക്കും. 3 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റൈറ്റ്? ഞാൻ 2-3 മിനിറ്റ് എക്സ്ട്രാ എടുത്താലും ഒന്നും കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പോ 3 തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് പലർക്കും അറിയാമായിരിക്കും, എന്നാലും പറയാണ്. ഞാനത് ഒന്ന് ചാറ്റിൽ ഇടുകയാണ്. മൂന്ന് തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പാസീവ് കമ്മ്യൂണിക്കേഷൻ, അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ 3 തരത്തിലുള്ള സംഭാഷണങ്ങളുണ്ട്. പാസീവ് എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്തോ എന്നോട് പറയുന്നു, അതിനെ ഞാൻ മിണ്ടാതെ അതിനെ സ്വീകരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാതെ, നിങ്ങൾ പറയുന്നത് മാത്രം ഞാൻ കേട്ടുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാതെ, അല്ലെങ്കിൽ അതിന് വില കൊടുക്കാതെ വൺ വേ ട്രാഫിക് ആയിട്ട് കാര്യങ്ങൾ സ്വീകരിക്കുന്നു. ഇതാണ് എന്ത്? പാസീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഒരു എന്താ പറയാ,
ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ പലപ്പോഴും പറയേണ്ട കാര്യം പറയാതെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും, ഇല്ലേ? പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം കൂടി. സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ പല ആൾക്കാരും ചിലപ്പോൾ അടിച്ചേൽപ്പിക്കും. ഇവിടെ കേശവ കാശ്മീരി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ തെറ്റുകളൊന്നും ഇല്ല, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ്, ഞാൻ പറയുന്നതേ ശരിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ പാസീവ് ആയിരുന്നു കഴിഞ്ഞാൽ അത് നഷ്ടം നമുക്കാണ്, അല്ലേ? ഇനി ഇതിന്റെ നേരെ വിപരീതമാണ്. ആശാന്റെ നെഞ്ചത്ത്, അല്ലെ, ഇത് കളരിക്ക് പുറത്താണ് പാസീവ്. മറ്റേത് ആശാന്റെ നെഞ്ചത്താണ് എന്ത്? അഗ്രസീവ്. അപ്പൊ ആലോചിച്ച് നോക്കൂ. കേശവ കാശ്മീരി പറഞ്ഞു ഇതിൽ ദോഷങ്ങളൊന്നുമില്ല, ഇതിൽ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. മഹാപ്രഭുവിന് തിരിച്ചെങ്ങനെ സംസാരിച്ചിരിക്കാം? നമ്മളാണ് മഹാപ്രഭുവിന്റെ സ്ഥാനത്താണെങ്കിൽ നമ്മൾ എന്ത് പറയും? വലിയ ആളാണെങ്കിൽ അത് സമ്മതിച്ചേക്കും. ഏ അല്ല, അദ്ദേഹം വലിയൊരു ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ തർക്കത്തിന് പോകണ്ടെന്ന് വെച്ച് വിടും. ഒന്നില് വിടും, അല്ലെങ്കിൽ തർക്കിക്കും. ആണെങ്കിൽ എളുപ്പമുണ്ട്, മെസ്സേജ് ഇട്ട് കൊടുത്താൽ മതി, പ്രശ്നമുണ്ടല്ലോ. എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്താൽ. അതെ. അപ്പോ നമ്മൾ അങ്ങോട്ട് തർക്കിക്കും. പക്ഷേ വാസ്തവത്തിൽ വേണ്ടത് മൂന്നാമത്തേതാണ്, അസേർട്ടീവ്. അസേർട്ടീവ് എന്ന് പറഞ്ഞാല് ക്ലിയർ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ടില്ല. അസേർട്ടീവിന്റെ എങ്ങനെയാന്ന് വെച്ചാല് പൊളൈറ്റ് ബട്ട് ഫേം എന്ന് പറയും. അതായത് വിനയത്തോടെ പക്ഷേ നമ്മൾ പറയാനുള്ളത് പറയുക തന്നെ വേണം. ഒരു യഥാർത്ഥ ബന്ധം രണ്ട് വ്യക്തികൾ തമ്മിലാണെങ്കിലും രണ്ട് ഭക്തന്മാർ തമ്മിലാണെങ്കിലും, റൈറ്റ്, യഥാർത്ഥ ബന്ധം എങ്ങനെയായിരിക്കണം? വിനയം ഉണ്ടായിരിക്കണം. പക്ഷെ അതേസമയം നമ്മൾ വിനയത്തോടെ തന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കും. റൈറ്റ്. ഇതോടെ നമുക്ക് നിർത്താം ഇന്ന്. ബാക്കിയുള്ള അടുത്ത ദിവസം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭുജി, എനിക്ക് ശബ്ദം കുറച്ച് കുറവായിട്ടായിരിക്കും, എല്ലാവർക്കും അങ്ങനെയാണോ? പ്രഭുവിന്റെ ശബ്ദം മാത്രമാണോ മാതാജി? അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് മാതാജി. രാജേഷ് പ്രഭുവിനെ കേൾക്കാം, കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ലാണ്ട് കേൾക്കുന്നുണ്ട്, കുഴപ്പം തോന്നിയില്ല. കേൾക്കാം, പക്ഷെ കുറച്ച് ഫെയിന്റ് ആയിട്ട് വന്നു എനിക്ക് തോന്നി. ഇടയ്ക്ക് ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, കുറച്ചു നേരം ഉണ്ടായിരുന്നു ഒരു നെറ്റ്വർക്ക്. ഇത് പ്രഭുവിന്റെ സൈഡിലാന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ കുഴപ്പം തോന്നിയില്ല, ഇടയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് നല്ലതായിട്ട് കിട്ടി. അതെ, ഒരു കുറച്ചു നേരം ഉണ്ടായിരുന്നു. നോക്കാം മാതാജി, അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു മാതാജി. പ്രഭുജി താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. കൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. आनंदकोटि वैष्णव भक्तवृंद की जय, श्रील प्रभुपाद की जय, गुरुदेव हिताय गौर हरि हरि बोल. ഹരി ബോൾ. हरे कृष्ण. ഹരേ കൃഷ്ണ. നന്ദി. ഹരേ കൃഷ്ണ. Thank you everybody. Okay, നാളെ കാണാം. ഹരേ കൃഷ്ണ. ഏകാദശി നാളെ അല്ലേ? ഹരേ കൃഷ്ണ. ഇത് എള്ളിന്റെ